ഗൈസ് നിങ്ങളുടെ ഐഫോൺ നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും കളഞ്ഞു പോകുമോ അല്ലെങ്കിൽ ആരും എടുത്തോണ്ട് പോയി ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സെന്റർ ഇതുപോലെ ആക്സസ് ചെയ്തിട്ട് അതിൽ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുക അല്ലെങ്കിൽ ഫോൺ ഡിവൈസ് സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈസി ഫിക്സ് ചെയ്യാൻ പറഞ്ഞാൽ പേജ് ഒന്ന് ഫോളോ ഒക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവത്തില്ല. ഗൈസ് നിങ്ങളുടെ ഡിവൈസ് ഇപ്പോൾ തന്നെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൺട്രോൾ സെന്റർ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഡിവൈസിൽ കൺട്രോൾ സെന്റർ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ ഫേസ് ഐഡി ആൻഡ് പാസ്വേഡ് സെറ്റിംഗ്സ് എടുക്കുക. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അലോ ആക്സസ് വെൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇത്രയും സെറ്റിംഗ്സ് നിങ്ങളുടെ ഡിവൈസിൽ ഇനേബിൾഡ് ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെച്ചോ. അതിൽ മെയിൻ ആയിട്ട് ഈ കൺട്രോൾ സെന്റർ എന്നുള്ള ബട്ടൺ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് തന്നെ വെക്കുക. ഇനി നിങ്ങൾ ഡിവൈസ് ലോക്ക് ആയിട്ടിരിക്കുമ്പോഴും ആർക്കും കൺട്രോൾ സെന്റർ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ സെറ്റിംഗ്സ് എടുത്തിട്ട് ഏറ്റവും ടോപ്പിലുള്ള നിങ്ങളുടെ ഐക്ലോഡ് സെറ്റിംഗ്സ് എടുക്കുക. അതിൽ ഫൈൻഡ് മൈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫൈൻഡ് മൈ ഐഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് കാണും. ഫൈൻഡ് മൈ ഐഫോൺ, ഫൈൻഡ് മൈ നെറ്റ്വർക്ക്, സെൻഡ് ലാസ്റ്റ് ലൊക്കേഷൻ എന്നുള്ള ഈ 3 സെറ്റിംഗ്സും നിങ്ങളുടെ ഡിവൈസിൽ ഡിസേബിൾ ആണെങ്കിൽ ഒന്ന് ഓൺ ആക്കി വെച്ചോ. ഇത് 3 ഓൺ ആക്കി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവൈസ് കളഞ്ഞു പോകുന്ന സമയത്ത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ അവരത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മെസ്സേജ് അവർക്ക് കാണിക്കും. നിങ്ങൾ കളഞ്ഞു പോയ ഐഫോൺ സ്വിച്ച് ഓഫ് ആയി ഇരിക്കുകയാണെങ്കിലും ഇതിനടുത്തൂടെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഏതൊരു ആപ്പിൾ ഡിവൈസ് പോയാലും അതുവഴി നിങ്ങളുടെ ഡിവൈസിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ അപ്ഡേറ്റ് ആവും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്. നിങ്ങളുടെ ഡിവൈസിൽ ഇതൊക്കെ ഡിസേബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എനേബിൾ ചെയ്ത് വെച്ചോ. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ മിസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഐഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.